أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله. إن الله وملائكته يصلون على النبي. ഈ ആയത്തിന്റെ കൂടെയാണ് ഒരുപാട് ദിവസങ്ങളിലായി നാം സഞ്ചരിക്കുന്നത്. അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, മുസ്തഫ നബിയുടെ മേൽ സലാത്ത് ചെല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, അതുകൊണ്ട് വിശ്വാസികളെ, സല്ലൂ അലൈഹി, നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക. പിന്നെ അള്ളാഹും മലക്കുകളും ചെയ്യാത്തൊരു കാര്യം എക്സ്ട്രാ നമ്മളോട് പറഞ്ഞു, വസല്ലിമൂ തസ്ലീമാ. അത് അള്ളയും മലക്കുകളും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന വയുസല്ലിമൂന അലൻ നബി എന്ന് പറഞ്ഞില്ലല്ലോ. അള്ളാഹും മലക്കുകളും മുസ്തഫ നബിയുടെ മേലിൽ സലാത്തിലാണ്. അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞ് നിർത്തിയില്ല. നമ്മളോട് വേറൊരു കാര്യം കൂടി പറഞ്ഞു, വസല്ലിമൂ തസ്ലീമ. അത് കേവലം സലാം പറയുക എന്ന് മാത്രമാണെങ്കിൽ അതിപ്പോ അള്ളാഹിലേക്ക് ചേർത്തി പറയുന്നതിന് വിരോധമില്ല. അള്ളാഹു തആല മുസ്തഫ നബിക്ക് സലാം പറയലുണ്ട്. അപ്പൊ അതിന് കേവലം ഒരു സലാം പറയുക എന്ന അർത്ഥം മാത്രം പോരാ. അങ്ങനെയാണെങ്കിൽ അവിടെ പറയും ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന വയുസല്ലിമൂന അലൻ നബി എന്ന് പറയും. അത് പറഞ്ഞില്ല. അള്ളാഹും മലക്കുകളും മുസ്തഫ നബിയുടെ മേല് സലാത്തിലാണ്. നിങ്ങൾ സലാത്ത് വേണം, സലാമും വേണം. വസല്ലിമൂ തസ്ലീമ. ആ സലാമിന്റെ അർത്ഥതലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സല്ലിം എന്ന് പറഞ്ഞാൽ നീ രക്ഷപ്പെടുത്തുന്നതാണ്. സല്ലിമൂ എന്നുള്ള അതിന്റെ ജമ്മാണ്. അപ്പൊ അതിന് ഇങ്ങനെയൊരു അർത്ഥമുണ്ട്, മുസ്തഫ നബിയെ നിങ്ങൾ ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ചരിത്രം വായിക്കുമ്പോഴേക്ക്, ഒരു ഹദീസ് കാണുമ്പോഴേക്ക്, ഒരു യുക്തിവാദിയുടെ കൊഞ്ഞനം കേൾക്കുമ്പോഴേക്ക് റസൂലുള്ളാഹിൽ നമുക്ക് സംശയം ഉണ്ടാവരുത്. അള്ളാഹു മുസ്തഫ നബിയെ പൂർണ്ണമായി എല്ലാ അമളികളിൽ നിന്നും, ന്യൂനതയിൽ നിന്നും, താഴ്ചയിൽ നിന്നും, മനുഷ്യ ചാപ്പല്യങ്ങളിൽ നിന്നും, ഐബുകളിൽ നിന്നും മുക്തരാക്കിയിട്ടുണ്ട്. അള്ളാന്റെ ഹബീബ് സമുന്നതമായ സ്ഥാനത്ത് ആത്മവിശുദ്ധിയിൽ വിരാജിക്കുന്ന ആധ്യാത്മിക രാജനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മഖാമിനെതിരായ ഒരു കാര്യം റസൂലുള്ളാഹിൽ നമ്മൾ ചിന്തിക്കാനോ പറയാനോ എഴുതാനോ പാടില്ല. നല്ലോ മനസ്സിലാക്കണം. ഹബീബ നബിയെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോ ഹബീബിന്റെ ഖദറിനോട് യോജിക്കാത്ത പറയരുത്, പ്രസംഗിക്കരുത്. വസല്ലിമു, കേവലം സലാം പറയുക എന്ന് മാത്രല്ല ഇതിനർത്ഥം. അങ്ങനെയാണ് ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന വയുസല്ലിമൂന അലൻ നബി എന്ന് പറയല്ലോ. അത് പറഞ്ഞില്ല. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന സ്റ്റോപ്പ് അലൻ നബി. നമ്മളോട് പറഞ്ഞപ്പോ സല്ലൂ എന്ന് പറഞ്ഞതിന് ശേഷം വസല്ലിമു എന്ന് പറഞ്ഞു. എന്താ അള്ളാഹു സലാം ഏൽക്കാത്തത്? അത് അസ്സലാമു അലൈക എന്നാണെങ്കിൽ അള്ളാഹു തആല പറയും. കാരണം അള്ളാഹു തആല മിഅ്റാജിന്റെ രാത്രിയിൽ പറഞ്ഞില്ലേ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് അള്ളാഹു പറഞ്ഞാണ്. അപ്പൊ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അത് മുസ്തഫ നബി പറഞ്ഞതാണ്. അപ്പൊ കേവലം സലാം പറയുക എന്ന് മാത്രമാണ് വസല്ലിമു തസ്ലീമ എന്നതിന്റെ അർത്ഥമെങ്കിൽ അത് അള്ളാഹു ഏറ്റെടുക്കും, മലായികത്തും ഏറ്റെടുക്കുമല്ലോ. എന്തായാലും കുഴപ്പമുള്ളത്? മലായികത്തിന് എന്താ? റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞാൽ സലാം പറയുന്നവരല്ലേ. അപ്പൊ വസല്ലിമു തസ്ലീമ എന്ന് പറഞ്ഞാൽ കേവലം സലാം പറയുക എന്ന അർത്ഥം മാത്രമല്ല. സല്ലിമു, നിങ്ങൾ രക്ഷപ്പെടുത്തുക, മുസ്തഫ നബിയെ രക്ഷപ്പെടുത്തുക. എവിടെ നിന്ന് രക്ഷപ്പെടുത്തുക? ന്യൂനതയിൽ നിന്ന്. അള്ളാഹു ഹബീബിന് ഒരു ന്യൂനതയും വരുത്തിയിട്ടില്ല, ഒരു ദോഷവും വരുത്തിയിട്ടില്ല, ഒരു കുറച്ചിലും വരുത്തിയിട്ടില്ല, ഒരു താഴ്ചയും വരുത്തിയിട്ടില്ല. ഒരു മനുഷ്യന്, ഒരു ഖൽഖിന് കൊടുക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ അള്ളാഹു തആല കൊടുത്ത് ആദരിച്ച ഉന്നത സ്ഥാനത്തുള്ള മഹാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബിന്റെ ഖദറിനോട് യോജിക്കാത്ത ഒന്നും നിങ്ങളുടെ ഹൃദയത്തിൽ വരരുത്, നിങ്ങളുടെ സംസാരത്തിൽ വരരുത്, നിങ്ങളുടെ വിശ്വാസത്തിൽ വരരുത്. എത്രയാണ് അള്ളാഹു ബഹുമാനിച്ചത്. അന്ന് ചില ആളുകൾ സദസ്സെന്ന് റസൂലുള്ളാഹിനോട് പറയും,
യാ റസൂലല്ലാഹ് റായിന, എന്തെങ്കിലും സംസാരിക്കുമ്പോ ഞങ്ങളെയും പരിഗണിക്കണം എന്നാണ് ഇപ്പൊ അറബിയിൽ അതിന്റെ അർത്ഥം. റായി എന്ന് പറഞ്ഞ അമ്രാണ്. റായി, നിങ്ങൾ പരിഗണിക്കണം, ഞങ്ങളെ അതിന്റെ അർത്ഥം അറബിയില്. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ റായിനാന്ന് ഹിബ്രു ഭാഷയിലേക്ക് വന്നാൽ വിഡ്ഢിന്ന് അർത്ഥമുണ്ട്. അറബ് ഭാഷയിൽ തർക്കമില്ല. നിങ്ങൾ ഞങ്ങളെയും കൂടി പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഖത്ത് നോക്കിയിട്ട് പറയണം. കാരണം റസൂലുള്ളാഹിനെ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് സഹാബാക്കൾ പറഞ്ഞിരുന്നു. അപ്പൊ അള്ളാന്റെ റസൂല് റായിന എന്ന് പറയുമ്പോ നിങ്ങൾ ഞങ്ങളെ പരിഗണിക്കണം എന്നാണ് അർത്ഥമെങ്കിലും റായിന എന്ന് ഹിബ്രു ഭാഷയിൽ പറഞ്ഞാൽ വിഡ്ഢിന്ന് അർത്ഥമുണ്ട്. ചിലത് അങ്ങനെ ഉണ്ടല്ലോ. റായിന എന്ന് അറബിയിൽ പറഞ്ഞാൽ അതിന് പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ ഞങ്ങളെയും കൂടി പരിഗണിക്കണം എന്ന് അതിനർത്ഥമുള്ളൂ. നേരെ മറിച്ച് അത് ഹിബ്രു ഭാഷയിലേക്ക് വന്ന വിഡ്ഢിന്ന് അർത്ഥമുണ്ട്. അപ്പൊ അള്ളാഹു തആല പറയാണ്, മറ്റൊരു ഭാഷയിൽ വിഡ്ഢി എന്ന അർത്ഥമുള്ള വേർഡ് എന്റെ ഹബീബിനെ നോക്കി ഉപയോഗിക്കരുത്. സുബ്ഹാനല്ലാഹ് വസല്ലിമു തസ്ലീമാ. എന്നിട്ട് അള്ളാഹു തആല എന്നാ അർത്ഥം കിട്ടണ വാക്ക് അങ്ങോട്ട് ഉപയോഗിക്കണോ എന്ന് നിലക്ക് അള്ളാഹു തആല ആ വാക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണ്. വഖൂലു ഉൻദുർന, ഉൻദുർന എന്ന് പറഞ്ഞോളി, അത് റായിന എന്നുള്ളതിന്റെ അർത്ഥമാണ്. ഉൻദുർ, നിങ്ങൾ നോക്കണേ, പരിഗണിക്കണേ, ഞങ്ങളെയും പരിഗണിക്കണേ. അത് വേറൊരു ഭാഷയിൽ മോശപ്പെട്ട അർത്ഥമുള്ള വാക്കുമല്ല. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ മഖാമിലാണ് അള്ളാഹു മുത്ത് മുസ്തഫാനെ ഇരുത്തിയിട്ടുള്ളത്. അപ്പൊ അതിനോട് യോജിക്കാത്ത ഒന്നും നമ്മുടെ മനസ്സിൽ ഒരു ബനൂ ഖുറൈളന്റെ വിഷയം കേട്ടാലും വരരുത്. യുക്തിവാദികൾ ബനൂ ഖുറൈള ഇട്ടിട്ട് ഇങ്ങനെ കലക്കാണ്. കുറെ ചെറുപ്പക്കാരൊക്കെ കേട്ടിട്ട് സംശയത്തില്ല. അതൊക്കെ കുറച്ച് ഓവർ തന്നെയാണ് അല്ലേ. അതൊക്കെന്നാണ് പഠിക്കണ്ടേ. എന്താണ് ഈ ബനൂ ഖുറൈള, എന്താണ് സഫിയ ബീവിന്റെ കല്യാണം, എന്താണ് സൈനബീവിന്റെ കല്യാണം, ആരെയാണ് അള്ളാന്റെ റസൂൽ തോട്ടത്തിൽ, ഏതൊരു പെൺകുട്ടിയാണ് മുസ്തഫ നബി തോട്ടത്തിൽ വെച്ചുകൊണ്ട് പിടിച്ചത്, ഇതൊക്കെ പറഞ്ഞിട്ടാ റസൂലുള്ളാഹിനെ കാമഭ്രാന്തൻ എന്ന് ചിത്രീകരിക്കുന്നത്. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം ഭാര്യയാണ് കൈകൊണ്ട് പിടിച്ചത്, അതിനെയാണ് കാമഭ്രാന്തൻ എന്ന് പറഞ്ഞത്. സ്വന്തം നിക്കായ ഭാര്യനെ. സുബ്ഹാനല്ലാഹ്, അത് ഭാര്യ എന്ന് മനസ്സിലാണെങ്കിൽ അതിന്റെ കീപ്പിട്ടുള്ള ഹദീസും കൂടി നോക്കണം. അത് നോക്കൂല. ഹദീസ് മനസ്സിലാക്കാതെ അർത്ഥം വെക്കുക, അത് കേട്ട് കുറെ ചെറുപ്പക്കാർ സംശയാവുക. അക്കാലത്താണ് ആയത്തിന് അർത്ഥം വെക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങൾ മുസ്തഫ നബിക്ക് സ്വലാത്ത് ചൊല്ലിയാൽ പോരാ, സലാം പറഞ്ഞാലും പോരാ. വസല്ലിമൂ, നിങ്ങൾ രക്ഷപ്പെടുത്തണേ. തസ്ലീമൻ, ഒരു രക്ഷപ്പെടുത്തണേ. മുസ്തഫ നബിയുടെ ഖദറിനോട് യോജിക്കാത്ത ഒന്നും പറയല്ലേ, ഒന്നും കരുതല്ലേ, ഒന്നും എഴുതല്ലേ, ഒന്നും പാടല്ലേ. ആ ഖദറിനോട് യോജിക്കാത്ത ഒന്നും മനസ്സ് കരുതാൻ പാടില്ല. ഇപ്പൊ നമ്മളെല്ലാം സാധാരണ ഇതിൽ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുണ്ട്. അവരുടെ ദിക്റിനെ കുറിച്ചൊക്കെ വിവാദം ഉണ്ടാകാറുണ്ട്. ഞാൻ ഇതിലേക്കൊന്നും പോവില്ല. പക്ഷെ അവർക്ക് ആ ഒരു അവസ്ഥ വരാൻ തന്നെ കാരണം ചിന്തിച്ച് ഓവറായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദറിനോട് അത്രാണ്ട് യോജിക്കാത്ത ഒരു കുത്ത് അവരെ ഹൃദയത്തിൽ വന്നു, ഒരു ഖവാത്തിർ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ചിന്ത ഓവറായപ്പോ അവർക്ക് ഒരിക്കലും ഇങ്ങനെ തോന്നി, മിറാജിന്റെ രാത്രിയിൽ മുസ്തഫ നബിക്ക് ഉമ്മത്തിലെ എല്ലാരെയും സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി ശഫാത്ത് ചെയ്താ പോരായിരുന്നില്ലേ, നബിന്റെ ഉമ്മത്തപ്പെട്ട ആരും നരകത്ത് പോകില്ലല്ലോ, എന്തേ അങ്ങനെ അള്ളാന്റെ റസൂൽ ചെയ്യാതെന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാന്റെ ഓരോ കഥ ഉണ്ടാവുമല്ലോ. അത് ചിന്തിച്ച ഉടനെ അവർക്ക് തൗബ വന്ന് അവരെ ലെവലിൽ പോയി, അവര് ഭ്രാന്തനെ പോലെ ആയി. പിന്നെ അവർക്ക് ദുനിയാവിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. അപ്പൊ അവരെല്ലാം മറന്ന് അവരെയും മറന്നു. അനൽ ഹക്ക് എന്ന് പറഞ്ഞു. കാരണം എന്താ, നിങ്ങൾ വേണേ എന്നെ വെട്ടിക്കൊന്നോളെ, എനിക്ക് ദുനിയാവിന് വേണ്ടാന്ന് അതിന്റെ അർത്ഥം. അത് നേരെ അർത്ഥമല്ല. അനൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നവർക്ക് അറിയാം. കാരണം അവര് ഹബീബിനെ കുറിച്ച് ചിന്തിച്ച് അതിന്റെ യഥാർത്ഥ ഖദറിനോട് യോജിക്കാത്ത ഒരു സംഗതിന്റെ ഹൃദയത്തിൽ വന്നോ എന്ന ഖേദവും ദുഃഖവും അതിൽ നിന്നുണ്ടായ ബോധവും അതിൽ നിന്നുണ്ടായ ഖേദവും അതോടുകൂടി താളം തെറ്റി ഇനി ദുനിയാവിലെ ജീവിതം വേണ്ട എന്നൊരവസ്ഥയിൽ അവരുടെ ഭ്രാന്തിന്റെ അവസ്ഥയിലേക്ക് പോയി. ഇതൊക്കെ അപ്പൊ ഹബീബിനെ കുറിച്ച് ചിന്തിക്കുമ്പോ നല്ല രൂപത്തിലാണെങ്കിലും നല്ല രൂപത്തിൽ ചിന്തിക്കുന്ന നമ്മളും അവിടുത്തെ ഖദറിനോട് യോജിക്കാത്ത ഒന്നും ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വസല്ലിമൂ തസ്ലീമാ. ഈ ലോകത്ത് സമുന്നതരാണ് മുത്തു മുസ്തഫ. ഏതെങ്കിലും യുക്തിവാദികൾ 6-ാം വയസ്സുള്ള ഒരു ശിശുവിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് വസ്വാസാക്കുമ്പോ നമ്മളും കുറച്ചും കൂടി പ്രായം കൂടിയിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു
ഈ 6-ാം വയസ്സിൽ എന്തിനാണ് നിക്കാഹ് കഴിച്ചത് എന്ന് നമ്മളും ചിന്തിക്കരുത്. ആ 6-ാം വയസ്സും അതിന്റെ മുമ്പും പേക്കുമൊക്കെ ചിന്തിച്ചാൽ മുസ്തഫ നബിയെ കൃത്യമായി മനസ്സിലാകുന്നതാണ്. അപ്പൊ എവിടെയെങ്കിലും എലി അപ്പം കടിക്കണമാതിരി കടിച്ചിട്ട് ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ വേണ്ടിണ്ടായിരുന്നില്ല എന്ന വസ്വാസ് വന്നാൽ അത് വസല്ലിമോ തസ്ലിമ എന്നുള്ളതിനെതിരാണ്. മുസ്തഫ നബിയെ പൂർണ്ണമായി പരിശുദ്ധരായി സമുന്നത സ്ഥാനത്ത് കാണണം. വല്ല സംശയങ്ങൾ അപ്പുറപ്പുറം വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളുമായി ചർച്ച ചെയ്തിട്ട് തീർക്കണം. സംശയം മനസ്സിൽ വെച്ചിട്ട് സലാത്തില്ലാൽ ക്ലിക്കാവൂല. ഒരു സംശയങ്ങളും മനസ്സിൽ വെക്കരുത്. അള്ളാഹിന്റെ റസൂല് സ്വാഭാവികമായ മനുഷ്യ ചാപ്പല്യങ്ങൾ എന്തുണ്ടോ അതിൽ നിന്നെല്ലാം പൂർണ്ണമായി മുക്തനാണ് മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിന്റെ പേറുള്ള ആളാണെങ്കിൽ ആദ്യത്തെ കല്യാണം ആരെയാണ്? ഖദീജ ഉമ്മനെയാണ്. മുസ്തഫ നബിക്ക് 25 വയസ്സ്, ഖദീജാവിക്ക് 40 വയസ്സ്. ഒത്തുപോവോ? ആയിഷാവിനേറ്റ് ഇടക്ക് പിണക്കുണ്ടായിട്ടുണ്ട്. ഖദീജാവിനേറ്റ് 25 കൊല്ലം ഒപ്പം നിന്നിട്ട് ഒരു സെക്കൻഡ് പോലും സൗന്ദര്യ പിണക്കം കൂടി ഉണ്ടായിട്ടില്ല. പൈസക്ക് വേണ്ടി കല്യാണം കഴിച്ചാണെങ്കിൽ 2 ആഴ്ച ഉണ്ടാവുള്ളൂ. 3-ാമത്തെ ആഴ്ച ഒന്നുകിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, അല്ലെങ്കിൽ കൗത്തറക്കും. ഒന്നുകിൽ കഴുത്തിറക്കും, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കരിക്കും. ഇന്നത്തെ സംഭവങ്ങളെ ഞാൻ പറയണത്. ഇങ്ങനെ പറയുമ്പോ എത്രയോ റിപ്പോർട്ടുകൾ എന്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. മലയാള മനോരമ, ചന്ദ്രിക, മാധ്യമം, ഇതൊക്കെ റിപ്പോർട്ട് ഇതിന്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. പൈസ മോഹിച്ചിട്ടല്ല, അതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ പഠിച്ചാൽ നമ്മൾ വിറച്ചു പോകും ഈ മക്കാമിന്റെ മുമ്പിൽ. ഇത് ജേത്തു ത്വയ്ബത്ത് ഉമർക്കാലി പറഞ്ഞതുപോലെ നമ്മളും പറയും. ഇത് ജേത്തു ത്വയ്ബത്ത റൗമ സൗറത്തി ഖബ്രിഹി ഫഹുനാക കുന്തു അശുമ്മു റയ്യാന ശരിഹി ഉഗ്മീതു മദ്ഹൂസൻ ലിഹൈബത്തി ഖദ്രിഹി ഹുബ്ബൻ വഇൻ കുന്തുൽ മുസീഅ അസീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കസ്തൂരിയാം പൂമേനി മണ്ണിൽ വന്നു ഞാൻ, കനകാമണിയാം പരിമളം നുകർന്നു ഞാൻ, മുത്തിൻ പവിത്രത ഓർമ്മയിൽ വീതുമ്പിനാൻ, മഹബത്തിലായി താളർന്നു ബോധം കെട്ടു ഞാൻ. സല്ലു അലൈഹി വസല്ലിമു. ഉമർക്കാലി പറയുകയാണ്, ആ മക്കാമിൽ ഞാൻ എത്തിയപ്പോൾ ആരാണ് ഇവിടെ കിടക്കുന്നതെന്ന് ചിന്തിച്ച് എന്റെ ഹൃദയം അങ്ങ് ഭ്രമിച്ചപ്പോൾ എനിക്ക് എന്നെ താങ്ങാൻ കഴിയാതെ ഞാൻ ആ മണ്ണിൽ അങ്ങ് ബോധം കെട്ടു വീണു. യാ റസൂലല്ലാഹ് സ്വലവാതി അലാ നബി വസലാമി وخير الأنام بدر التمام السلام عليك زين الأنبياء السلام عليك أتقى الأتقياء صلواتي على النبي وسلامي وهو خير الأنام بدر التمام صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. شريف استغفر. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب ما قرأناه هدية منا أولا إلى حضرة حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح الأنبياء والمرسلين والأصحاب والأولياء والعلماء والشهداء والزهاد وإلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا
لا سيما إلى أرواح من دفنوا حوالينا يا رب العالمين. اللهم بحقهم وبجاههم اللهم يسر عسيرنا وسهل أمورنا وفرج كروبنا وأد ديوننا وقض حوائجنا يا رب العالمين. اللهم بارك لنا في جميع أمورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وإيمانا كاملا وعمرا واسعا ولسانا ذاكرا وقلبا خاشعا في طاعتك ومرضاتك وخدمة دينك يا رب العالمين. اللهم طول أعمارنا وأعمار أساتذتنا على رضاك وعلى خدمة دينك. اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. اللهم اجعلنا بمحض فضلك من خيار أمته يا رب العالمين. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمن أطعمنا ولمن ماتوا منا ولمن دفنوا حوالينا ولجميع أمة محمد مصطفى صلى الله عليه وسلم وقنا وإياهم شر ما قضيت. اللهم اجعلنا وإياهم من أهل الجنة ولا تجعلنا ولا إياهم من أهل النار برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.